ആരെയും ഉണർത്തരുത്. ഇവിടെയാണോ? ഇതിലേതാ അറിയില്ല. ഒന്ന് അടുത്ത് നോക്കട്ടെ. കുട്ടിയുടെ ശബ്ദമല്ലേ കേൾക്കുന്നത്? എന്താ ആരാത്? അറിയില്ലമ്മേ, കള്ളന്മാരായിരിക്കും. അതിന് സംശയമൊന്നും വേണ്ട. നാളെ കല്യാണമാണെന്ന് അറിഞ്ഞിട്ട് മോഷ്ടിക്കാൻ ഇറങ്ങിയതായിരിക്കും. എന്താ എന്താ കുട്ടികളെ സംഭവിച്ചത്? യശോദ, ആഭരണങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടോ നോക്ക്. അയ്യോ എന്റെ ദൈവമേ, എന്താ മക്കളെ നടന്നത്? അങ്കിൾ, ഞങ്ങൾ എല്ലാരും നല്ല ഉറക്കമായിരുന്നു. അപ്പോ മുഖത്ത് ടോർച്ചിന്റെ ഒരു വെട്ടം വീണപ്പോഴാ ഞാൻ ചാടി എഴുന്നേറ്റത്. പെട്ടെന്ന് കൺമുമ്പിൽ ടോർച്ചും തെളിയിച്ച ഒരാൾ നിൽക്കുന്നു. ഞങ്ങൾ എവിടൊക്കെ യാത്ര പോകുമ്പോഴും ഒരു കെമിക്കൽ സ്പ്രേ ബാഗിൽ കരുതാറുണ്ട്. ഞാനതെടുത്ത് അയാളുടെ കണ്ണിലടിച്ചു. അത് നന്നായി. ആളെ നീ കണ്ടോ? കണ്ടു, നല്ല വ്യക്തമായിട്ട് കണ്ടു. അവൻ ഇനി 5-8 മണിക്കൂർ ഒന്നും കാണാൻ പറ്റില്ല. കെമിക്കൽ സ്പ്രേയുടെ ശക്തി അതാ. ആഭരണപ്പെട്ടി അവിടെയുണ്ട്. വീട്ടിനകത്തൊന്നും ഒന്നും പോയിട്ടില്ല. എന്റെ ദൈവമേ, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നാലെ പോവുക, ആളെ വിളിച്ചു കൂട്ടുക,
കേസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞാലേ അത് പിന്നെ ഒരു ചർച്ചയാവും. അതുകൊണ്ടാണ് ഞാൻ അതിനൊന്നും മുതിരായിരുന്നത്. പിന്നെ നേരം വെളുക്കാനും കല്യാണത്തിനും ഇനി കുറച്ച് സമയമല്ലേ ഉള്ളൂ. അതിനിടയിൽ നീ എന്തിനാ പുതിയൊരു പുലിവാല്? പ്രിയ, നീ ഇവരും കൂട്ടി പോയി കിടന്നോ. മുത്തശ്ശിയും പോയി കിടന്നോ. എന്നിട്ട് നീ എന്തെടുക്കാൻ പോവാ? അല്ല, അച്ഛനീ നേരം വെളുക്കുന്നവരെ എന്തായാലും ഉറങ്ങില്ല. ഞാൻ അച്ഛൻ്റെ കൂടെ ഇരുന്നോളാം. വേണ്ട മോളെ, ഉറങ്ങിക്കോ. അല്ല അച്ഛാ, ഇങ്ങനൊരവസ്ഥയില് അച്ഛനെ തനിച്ചു വിട്ടാൽ ശരിയാവില്ല. അതുകൊണ്ടാ പറഞ്ഞേ. ഇനി കള്ളം കേറിയതിന്റെ പേരില് നിന്റെ സ്നേഹം ഒലിപ്പിച്ച് കാണിക്കാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. ആർക്കാ വേണ്ടെന്ന് വെച്ചാ ചെന്ന് കിടക്ക്. പോയി കിടക്ക്. നീ പറഞ്ഞത് കേട്ടില്ലേ? പോ. ഇതാരാ നമ്മളോട് ശത്രുത തോന്നുന്ന ആളുകള്? കള്ളന്മാർക്ക് അങ്ങനെ ശത്രുവും മിത്രമൊന്നും ഇല്ലടോ. മോഷ്ടിക്കാൻ പറ്റിയത് വല്ലതും ഉണ്ടോന്നേ അവര് നോക്കൂ. ഇത്രയും കാലം ആരും കേറാത്തതിന്റെ കാരണം എന്താ? അവർക്കുള്ള മുതല് നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. ഇപ്പൊ ഉണ്ട്, അപ്പൊ കേറി, അത്ര തന്നെ. അച്ഛാ, അച്ഛൻ എൻ്റെ കട്ടനിട്ടെ. ഇനിയിപ്പോ ഉറങ്ങാതിരിക്കല്ലേ. എന്നാ പോയി ഇട്ടിട്ട് വാ. വല്ലാതെ ഭയന്നു യശോദേ. സാരമില്ല, കണ്ണിൽ കാണിച്ചു തന്നല്ലോ, ഒന്നും സംഭവിച്ചില്ലല്ലോ. നീ എന്തിനാ ബഹളം വെച്ചത്? അല്ലാതെ പിന്നെ അവരെന്തിനാ വന്നതെന്ന് ആർക്കറിയാം? അവര് വന്നത് ആഭരണങ്ങൾ എടുക്കാൻ തന്നെയാ. കൊണ്ടുപോട്ടെ എന്ന് കരുതായിരുന്നില്ല. അപ്പൊ പിന്നെ കല്യാണം നടക്കില്ലായിരുന്നല്ലോ. കിട്ടിയ ചാൻസ് ആയിരുന്നു. ഓ, ഇത്രയും ഭംഗിയായിട്ട് കുടുംബത്തെ പറ്റി ചിന്തിക്കാനേ നിന്നെ കൊണ്ടേ പറ്റൂ പ്രിയെ. എന്റെ സ്പ്രേ പോയത് വേസ്റ്റ്. നേരം വെളുക്കുന്നതിന് മുൻപ് ശരത്ത് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോവാന്നാ പറഞ്ഞിരിക്കുന്നെ. അച്ഛനും അമ്മ ഇങ്ങനെ കാവലിരുന്നാ അവൻ എങ്ങനെ വരാനാ? എന്താ എന്റെ താലി? താലിയോ? ആ, കല്യാണം കഴിക്കാത്ത തനിക്ക് എവിടുന്ന താലി? ആ, 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 അത് എന്റെ 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 കഴുത്തിൽ കിടന്ന
മാല. അത് കഴുത്തിൽ തന്നെ കിടക്കുന്നുണ്ടല്ലോ. ആ, എന്താ ചേച്ചിക്ക് പറ്റിയത്? എപ്പോഴും ഇവിടെ വന്ന് കിടന്ന് ഉം, കുറച്ച് മുൻപേ. നിങ്ങൾ കിടന്നോ? കിടന്നോ? ഇത് കാര്യം എന്താണെന്നറിയോ പ്രിയങ്കേ? നിന്റെ കല്യാണം എന്ന് കേട്ടപ്പോ പുള്ളിക്കാരത്തിയുടെ കല്യാണം സ്വപ്നം കണ്ടിട്ടുണ്ടാവും. ആണോ? കല്യാണത്തിന് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ശരി, കിടന്നുറങ്ങ്. ചേച്ചി കിടന്നുറങ്ങ്. ഒട്ടും കാണാൻ പറ്റുന്നില്ല നിനക്ക്? ഇല്ലമ്മേ, ആകെ ഒരു പുകമറ പോലെ. എല്ലാം നേടിക്കഴിഞ്ഞു എന്നുള്ള ഭാവത്തിലാ സാർ അങ്ങോട്ട് പോകുമ്പോ സംസാരിച്ചത്. എന്നിട്ടിപ്പൊ കണ്ണ് കാണാതെ തിരിച്ചു വന്നിരിക്കുന്നു. ഇനി ഇത് ശരിയാകുമോ എന്തോ. ആ, ഇല്ലെങ്കിൽ കാലാകാലം അന്ധനായിട്ടങ്ങ് കഴിയാം. പിന്നെ കണിമംഗലത്ത് വികലാംഗന്മാർക്ക് കുറവില്ലല്ലോ. കൽപ്പന പ്ലീസ്, പെട്ടെന്ന് ഈ കാര്യം അവര് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഹാ, ഇപ്പോഴത്തെ കാലത്തെ പെമ്പിള്ളേരാ. സ്വയരക്ഷയ്ക്കുള്ള എല്ലാ മാർഗവും അവരുടെ കയ്യിലുണ്ടാവും. ആ, അതൊക്കെ കരുതണമായിരുന്നു. പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആദ്യം നിങ്ങളുടെ ശ്രമം പരാജയപ്പെട്ടു, ഇപ്പൊ ഇവന്റേതും. അപ്പോ ഇനി നാളെ രാവിലെ കുളിച്ചൊരുങ്ങി കല്യാണം കൂടാൻ പോവാല്ലേ? താനെവിടെയാ? തന്റെ കൂടെയുള്ളവര് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയോ? നാളെ തനിക്കൊരു ജോലിയുണ്ട്. നാളെ എന്റെ ഏട്ടന്റെ മകന്റെ വിവാഹം, വരുണിന്റെ. രാവിലെ കണിമംഗലത്ത് നിന്നും എല്ലാവരും വിവാഹ മണ്ഡപത്തിലേക്ക് പോകും. വരുണിന്റെ കാറിനെ താനും തന്റെ കൂട്ടാളികളും പിന്തുടരണം. കൂട്ടത്തിൽ നിന്നും ഒറ്റപ്പെടുത്തണം. ഈ വിവാഹം നടക്കാൻ പാടില്ല, അതാണ് എന്റെ ആവശ്യം. തല്ലുകയോ കൊല്ലുകയോ അത് തന്റെ ഇഷ്ടം. കാലാകാലത്തിന് കിടപ്പായി പോയാലും സാരമില്ല. പണം തന്റെ അക്കൗണ്ടിലേക്ക് വരും. എല്ലാം സെറ്റ് ചെയ്ത് നാളെ രാവിലെ എന്നെ വിളിക്കും. അച്ഛാ, കൊലയാളി വിക്ടറാണോ? അതെ, 6-7 കൊലകൾ നടത്തിയവനാ. കൊല്ലുന്നവരുടെ വയറ് പിളർന്ന് അതിലേക്ക് ചരൽ വാരിയിടുന്നൊരു ശീലമുണ്ട് കൊലയാളി വിക്ടറിന്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർമാര് കൊലയാളി കൂട്ടത്തിൽ വിക്ടർ ഉണ്ടായിരുന്നുവെന്ന് ഒറ്റ നോട്ടത്തിൽ പറയും. പക്ഷേ തെളിവുകൾ ഉണ്ടാക്കി അവനെ പിടിക്കുന്ന കാര്യത്തിൽ പരാജയ. ഇപ്പൊ എന്തോ ചെറിയ ശിക്ഷ കിട്ടി അവൻ ജയിലിലായിരുന്നു. കൃത്യസമയത്ത് അവൻ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോ പുരയ്ക്ക് മീതെ വളർന്നാൽ വെട്ടണം, അതല്ലേ നാട്ടുനടപ്പ്. അവൻ നമ്മുടെ തലയ്ക്ക് മീതെ വളർന്നു. വെട്ടാൻ തന്നെയാ എന്റെ തീരുമാനം. ഇത്രയും നേരം നമ്മൾ ശ്രമിച്ചത് വിവാഹം മുടക്കാൻ വേണ്ടി മാത്രം. ഇനിയുള്ള ശ്രമം വരുണിനെ തന്നെ ഇല്ലാതാക്കാനാ. വരുൺ ജീവിച്ചിരുന്നാൽ റോഷ്നി അവന്റെ ഭാര്യയാവണം. അല്ലെങ്കിൽ അവൻ ഇല്ലാത്തതല്ലേ നല്ലത്. അതെ, ചെറിയച്ഛന്റെ തീരുമാനം പോലെ നടക്കട്ടെ.
കല്യാണത്തിന്റെ കുരവയിടലല്ല, കണിമംഗലത്തുള്ളവരുടെ പൊട്ടിക്കരച്ചിലാവണം നാളെ ഇവിടെ കേൾക്കേണ്ടത്. ആ മതിയടാ, നീ എന്താ എന്നെ സ്പ്രേയിൽ കുളിപ്പിക്കാൻ പോവാ? എത്ര നേരം ഒരേ നിപ്പ് നിൽക്കേണ്ടതാ? കുറച്ച് സ്പ്രേ കിടക്കട്ടെ. എങ്ങനെയുണ്ടാ? അല്ല മൊത്തത്തിലേ അണ്ണ സൂപ്പർ അല്ലേ? മണ്ഡപത്തിലേക്ക് ചെന്നിറങ്ങുമ്പോഴേ സിനിമാ നടന്റെ കല്യാണാണെന്ന് ആളുകൾ വിചാരിക്കും. അത്രയ്ക്ക് ഗംഭീരല്ലേ? എടാ കുരുവി മൊത്തക്കാരാ, പൊക്കി പൊക്കി നീ എന്നെ എടുത്തിട്ട് താഴെ ഇടല്ലേ. ഞാനേ എന്റെ ഒരുക്കത്തെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, പ്രിയങ്കയുടെ ഒരുക്കത്തെ കുറിച്ചാ. കല്യാണ സാരിയില് അവളെ കാണാനുള്ള അഴകിനെ കുറിച്ചാ. അതെ, മണ്ഡപത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഏതെങ്കിലും വഴിക്ക് പോയിട്ട് ഒന്ന് നോക്കണമെന്നുണ്ടാ? ഏയ് അതൊന്നുമില്ല. എന്തായാലും ഇനി കുറച്ച് സമയമല്ലേ ഉള്ളൂ എന്റെ പെണ്ണിനെ കല്യാണ വേഷത്തിൽ കാണാൻ. കല്യാണം കഴിഞ്ഞിട്ട് എന്താ പ്രോഗ്രാം? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അയാളോട് വരട്ടെ, എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു പറക്കലുണ്ട്. ഇങ്ങനെ നീ കണ്ടോടാ. അങ്ങനെ രണ്ടാളും കൂടി പറഞ്ഞിട്ടേ എന്നാ തിരിച്ചു വരിക. മുത്തശ്ശി ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഞാൻ ദാ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇതിനു മുമ്പ് നിങ്ങൾ എന്തു പറഞ്ഞിട്ടുണ്ടോ അതൊന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം മുത്തശ്ശി എല്ലാം കേട്ടെന്നാ. എപ്പടി കൊള്ളാവോ? ഗംഭീരമായിട്ടുണ്ട്. കല്യാണ മണ്ഡപത്തിലെ ഇന്ന് ആളുകളുടെ കണ്ണുകള് എന്റെ മോന്റെ മുഖത്ത് തന്നെ ആയിരിക്കും. ആ ഒരുക്കത്തിന്റെ ഉടമസ്ഥ ഈ ഞാനാണേ. ഒന്ന് പോടാ, നീ ഒരുക്കിയില്ലെങ്കിലും സൂര്യന്റെ തേജസ്സ എന്റെ കുട്ടിക്ക്. കേട്ടറാ, നിങ്ങൾ സംസാരിച്ചേക്ക്, ഞാൻ താഴെ പോയിട്ടെ ഈ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ എന്തായെന്ന് നോക്കിട്ട് വരാം. അത് നല്ലൊരു ഐഡിയ. ചെല്ല്. അല്ല, കല്യാണത്തിന് ശേഷമുള്ള പ്ലാനിംഗ് ഒക്കെ പറഞ്ഞു. കൂടെ ഒരാൾ വന്ന് കേറുമ്പോ മുത്തശ്ശിയോട് ഇപ്പോഴുള്ള സ്നേഹം കുറഞ്ഞു പോവൂ? അത് പിന്നെ അങ്ങനെയല്ലേ മുത്തശ്ശി. ഈ ഭാര്യ വന്ന് കയറുമ്പോ മുഴുവൻ സമയവും അവളുടെ കൂടെയല്ലേ ചെലവഴിക്കേണ്ടത്. അവളുടെ ഇഷ്ടങ്ങളല്ലേ നോക്കേണ്ടത്. പിന്നെ മുത്തശ്ശിയുടെ അടുത്ത് വന്നിരിക്കാനും സംസാരിക്കാനും എവിടെ സമയം കിട്ടാനാണ്? നീ പറഞ്ഞതാ കാര്യം. വേണ്ട സമയത്ത് ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കി പഠിക്കണം. എവിടെ പോകുന്നു എന്റെ മുത്തശ്ശി? അതെ, കയറി വരുന്നവൾ എനിക്ക് പ്രിയപ്പെട്ടതാ. പക്ഷേ ഈ ലോകം മുഴുവൻ കൊണ്ടുവന്ന് എന്റെ കൺമുമ്പിൽ വെച്ചാലും അതൊന്നും എന്റെ മുത്തശ്ശിക്ക് പകരമാവില്ല. ഞാൻ മുത്തശ്ശിയുടെ കൂടെ ഇരിക്കുന്ന സമയം മുത്തശ്ശിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അത് കഴിഞ്ഞേ വേറെ ആർക്കും ഉള്ളൂ. മുത്തശ്ശി എന്റെ ഭാഗ്യമാണ്. ഭാഗ്യമാണെന്ന് ഞാൻ വെറുതെ പറയുന്നതാണെന്നാണോ കരുതിയിരിക്കുന്നത്? എനിക്ക്
ദൈവം അറിഞ്ഞു തന്നതല്ലേ ഇങ്ങനെ ഒരാള്. എൻ്റെ മനസ്സ് എന്നേക്കാൾ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാള്, എൻ്റെ ഈ ന്യൂജൻ ഫ്രണ്ടിനെ. പിന്നെ എന്തിനാ ഇതൊക്കെ എന്നോട് ചോദിക്കാൻ നിൽക്കുന്നേ? ഒന്ന് പോടാ. നമ്മള് ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും. ഇനി എത്ര കാലം കഴിഞ്ഞാലും ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും. ആ നോക്കട്ടെ. ആ